Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 4 തീയതി മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ഡെറിവേറ്റീവ്സ് എന്താണ് എന്നുള്ളത് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. 2 മാർക്സിനെ നിർബന്ധമായും പഠിച്ചിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 2-3 ടീമുകൾ എപ്പോഴും മാറി മാറി വരുന്നതാണ്. അതിൽ ആദ്യത്തെയാണ് ഹെഡ്ജിങ് എന്താണ്, നിർബന്ധമായും പഠിക്കുക കേട്ടോ. ഹെഡ്ജിങ് എന്താണ്. ദെൻ നെക്സ്റ്റ് സ്പെക്കുലേഷൻ എന്താണ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ മാറി മാറി വരാറുള്ളതാണ്. അതുപോലെ തന്നെ വാറൻസ് എന്താണ്. ദെൻ ആർബിട്രേജ് എന്താണ്, ആർബിട്രേജർ ആരാണെന്നുള്ളതും ചോദിച്ചിട്ടുള്ളതാണ്. ആർബിട്രേജ് എന്താണ്, അതുപോലെ തന്നെ ആർബിട്രേജർ. അപ്പോൾ ഈ ടീമുകളൊക്കെ നിർബന്ധമായി നോക്കിയിരിക്കണം, മാറി മാറി വരുന്ന ചോദ്യങ്ങളാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡെറിവേറ്റീവ്സിലെ ആദ്യത്തെ ഫോർവേഡ് കോൺട്രാക്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരും. അതുപോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്, ഓപ്ഷൻ എന്താണ്, സ്വാപ്സ് എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ഡെറിവേറ്റീവ്സിലെ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഇതിൽ പറയാൻ, സ്പോട്ട് കോൺട്രാക്ട് എന്താണ്, അത് നോക്കിയിരിക്കണം കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, സ്വാപ്പിൻ്റെ കൂടെ സ്വാപ്ഷൻ എന്താണ് നോക്കിയിരിക്കണം. ഇനി ഈ ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, സെപ്പറേറ്റ് തരാം. ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട് അത് നോക്കണം. ലിമിറ്റേഷൻസ്. ഓക്കെ, അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് സജഷൻ പറയാനുള്ളത്, മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ്, 2 പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ്. ലോങ് പൊസിഷൻ എന്താണ്, ലോങ് പൊസിഷൻ എന്താണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, സ്ട്രാഡിൽ എന്താണ്. അതുപോലെ തന്നെ സ്ട്രാങ്കിൾ എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, മാറി മാറി വരാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു സജഷൻ, സ്പ്രെഡ് എന്താണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 സജഷൻ, സ്പ്രെഡ്. അതുപോലെ തന്നെ സ്പ്രെഡർ. ഓക്കെ, ദെൻ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഈ പറയുന്നത് വരാറുള്ളതാണ്. ആദ്യം തന്നെ ഓപ്ഷൻ പ്രീമിയം എന്താണ്. ദെൻ നെക്സ്റ്റ് കോൾ ഓപ്ഷൻ എന്താണ്, പുട്ട് ഓപ്ഷൻ എന്താണ്. ദെൻ പല ടൈപ്സ് ഉണ്ടല്ലോ ഓപ്ഷനിൽ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം.
ബർമുഡൻ ഓപ്ഷൻ എന്താണ്? ഇൻഡെക്സ് ഓപ്ഷൻ എന്താണ്? പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻ, സ്റ്റോക്ക് അങ്ങനെ ചോദിക്കാം. ഇൻഡെക്സ് ഓപ്ഷൻ എന്താണ്? പിന്നെ ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ, ഇതൊക്കെ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതിൽ കണ്ടിട്ടുള്ളതാണ്. ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, എന്താണ്? ഇതൊന്നും സ്കിപ്പ് ചെയ്തിട്ടോ. ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 ചോദ്യങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ലിബോർ എന്താണ്? ഇതും റിപ്പീറ്റ് ആണ്. ദെൻ മാർജിൻ എന്താണ്? മാർജിൻ സിസ്റ്റം എന്താണ്? അതിൻ്റെ സിസ്റ്റം, മാർജിൻ സിസ്റ്റം എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. സ്ട്രൈക്ക് പ്രൈസ് എന്താണ്? സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡെലിവറി പ്രൈസ് എന്താണ്? മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഓപ്ഷനിൽ ഞാൻ വേറെ ഒരെണ്ണം കൂടി പറയാൻ വിട്ടുപോയത് ഞാനിപ്പോൾ നൽകുന്നു. ബാസ്ക്കറ്റ് ഓപ്ഷൻ എന്താണ്? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തിട്ട് കണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് എന്താണ്? അതല്ലെങ്കിൽ കറൻസി ഫ്യൂച്ചേഴ്സ് എന്താണ്? അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, ക്യാഷ് മാർക്കറ്റ് എന്താണ്? പ്രൈമറി മാർക്കറ്റ് എന്താണ്? സെക്കൻഡറി മാർക്കറ്റ് എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സ്വാപ്പ്, അതിൽ പല ടൈപ്സ് ഉണ്ടല്ലോ സ്വാപ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും കാണാറുള്ളതാണ്. ഇപ്പോൾ കറൻസിയോ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റോ ചോദിക്കാറുണ്ട്. അപ്പോൾ കറൻസി സ്വാപ്സ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ്, ഇതിലേതെങ്കിലും ഒരെണ്ണം. ഇക്വിറ്റി സ്വാപ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ഒരെണ്ണം കൂടി നൽകാനുള്ളത്. ഫ്യൂച്ചർ പേ ഓഫ് എന്താണ്? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന ഡെറിവേറ്റീവ്സ് എന്താണ്, ഡെറിവേറ്റീവ്സിലെ ഈ ടൈപ്സിൽ ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ, പിന്നെ ഫ്യൂച്ചറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, ഓപ്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ചോദ്യങ്ങൾ, സ്വാപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങൾ, ഇങ്ങനെ എല്ലാ ചാപ്റ്ററിൽ നിന്നും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൽ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ, വാറൻസ്, ആർബിട്രേജർ ഇതൊക്കെ നോക്കണം. ദെൻ ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്സ്, സ്പോട്ട് കോൺട്രാക്ട് എന്താണ് നോക്കണം. സ്വാപ്ഷൻ എന്താണ്, ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്, മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ്, ലോങ് പൊസിഷൻ, സ്ട്രാങ്കിൾ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പ്രെഡ് എന്താണ്, സ്പ്രെഡർ എന്താണ്, ഓപ്ഷനിലെ ഓപ്ഷൻ പ്രീമിയം, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ബർമുഡ ഓപ്ഷൻ, സ്റ്റോക്ക് ഇൻഡെക്സ് ഓപ്ഷൻ, ഇൻട്രൻസിക് വാല്യൂ ഓഫ് ഓപ്ഷൻ, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, ബാസ്ക്കറ്റ് ഓപ്ഷൻ, ലിബോർ എന്താണ്, മാർജിൻ സിസ്റ്റം, സ്ട്രൈക്ക് പ്രൈസ് എന്താണ്, ഡെലിവറി പ്രൈസ്, കമ്മോഡിറ്റി ഫ്യൂച്ചർ, കറൻസി ഫ്യൂച്ചേഴ്സ്, ക്യാഷ് മാർക്കറ്റ്, അതുപോലെ തന്നെ മണി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റ്, പിന്നെ സ്വാപ്സിലെ കറൻസി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇക്വിറ്റി, ദെൻ ഫ്യൂച്ചർ പേ ഓഫ് എന്താണ്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതൽ 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് എന്തായാലും
നമുക്ക് 15 ചോദ്യങ്ങൾ ലഭിച്ചിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ ചോദ്യങ്ങളും ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.